ഹായ്, ഇതെൻ്റെ നാലാമത്തെ പ്ലേറ്റിൻ്റെ വീഡിയോ ആണ്. നാലാമത്തെ പ്ലേറ്റും സെയിം തന്നെയാണ്. വേറെ വെറൈറ്റി ആണെങ്കിൽ പോലും സെയിം സീ ഫുഡും ഒക്കെയാണ്. പക്ഷേ ഈ എല്ലാ സീ ഫുഡിനും വെറൈറ്റി അവർ സോസ് വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രൈ ചെയ്തത്, ചീസിട്ട് ഫ്രൈ ചെയ്തത്, ഈ പ്രോൺസിലൊക്കെ ഈ പോർക്കിൻ്റെ ചെറിയ ഭാഗം എടുത്തിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് ഫ്രൈ ചെയ്തത്, ഒത്തിരി വേറെ ഡിഫറെൻറ്റ് നല്ല ടേസ്റ്റി ഫുഡുകളാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാനാണല്ലോ ഇതെല്ലാം വരിയെടുക്കുന്നത്, എല്ലാത്തിനും എന്തൊക്കെയോ ടേസ്റ്റ് എന്ന് അറിയാനായിട്ട്. ക്രാബൊക്കെ എടുത്തുകൊണ്ട് വന്നു, പക്ഷേ ക്രാബൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ നാട്ടിലെ നത്തയ്ക്ക എന്നാണ് പറയുന്നത്. നത്തയ്ക്ക ഓരോ സ്ഥലത്തും ഓരോ ഈ പേരാണ്. ആക്ച്വലി ഞാൻ അത് എടുത്തുകൊണ്ട് വന്നൊന്ന് കടിച്ച് തിന്ന് നോക്കിയപ്പോൾ അയ്യോ പറ്റണില്ല. കാര്യം അത് ഭയങ്കര റബ്ബർ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ജസ്റ്റ് അത് ഒരു കടി കടിച്ചിട്ട് അത് കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ വന്നിട്ട് ഈ ക്രാബ് തൊട്ട് നോക്കിയപ്പം എന്താ പറയുക, അത് പറ്റണില്ല. അത് പിന്നെ തല്ലി പൊട്ടിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ഇവരെങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഫ്രൈഡ് ചെയ്ത പ്രോൺസാണ് കൂടുതലും. പ്രോൺസിൻ്റെ വെറൈറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ ചീസിട്ട പ്രോൺസ്, ചീസിടാത്ത പ്രോൺസ്, അങ്ങനെ ഇത് നല്ല ടേസ്റ്റായിരുന്നു. അത് ചീസ് ഇങ്ങനെ ഇട്ടതാണ് അതിൽ. ചീസൊക്കെ ഇട്ട് ഇങ്ങനെ വേറൊരു സ്റ്റൈല്. പ്രോൺസിനകത്ത് ക്രാബ് ഇട്ടത്, ക്രാബിനകത്ത് പ്രോൺസ് ഇട്ടത്, അങ്ങനെ എന്തൊക്കെയോ രീതിയിലൊക്കെയാണ്. പക്ഷേ എല്ലാം എന്തൊക്കെയോ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തിട്ട് വരും. ഇതൊരു ചെറിയ സൈസ് ചിപ്പിയാണ്, അത് ഓക്കെ എന്നുള്ളതേ ഉള്ളൂ, കുഴപ്പമില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൊള്ളാം എന്ന് തോന്നി. പിന്നെ അങ്ങനെ എല്ലാത്തിനും ഇച്ചിരി. പിന്നെ ക്രാബിൻ്റെ കുറേ മീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ക്രാബിൻ്റെ മീറ്റ് സെപ്പറേറ്റ്ലി ഒരു ചീസിട്ട് ഇങ്ങനെ വെക്കും. അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതാണ് ഈ വെള്ളമായിട്ടിരിക്കുന്നത്. അത് നൈസായിരുന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എനിക്കിഷ്ടമായി. ബാക്കി ഇനി അഞ്ചാമത്തെ പ്ലേറ്റിൻ്റെ വിശേഷം